നമസ്കാരം. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിലൂടെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കടന്നുപോയത്. ഒരു സസ്യത്തിൻ്റെ വളർച്ച, അതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, ചെടിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ സസ്യങ്ങളിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. യു ഹാവ് ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദ various growth regulators which are responsible for plant growth. എല്ലാ ചെടികളിലും ഒരേ രീതിയിലാണോ ഇത്തരം പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആക്ട് ചെയ്യുന്നത്, അവയുടെ പ്രധാനപ്പെട്ട ഫിസിയോളജിക്കൽ ഇഫക്ട്സ് എന്തൊക്കെയാണ് എന്നാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഓക്സിൻ. സോ യു ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ചാൾസ് ഡാർവിൻ and his son Francis Darwin, through an experiment, they found that some substance are mainly seen in the root apex and shoot apex, which is responsible for the growth of plants. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചതാണ്. ഓക്സിൻസ് എന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, they were isolated by F.W. Wendt in 1928 from the coleoptile of odd seedlings. ഓട്സ് അറിയാമല്ലോ നിങ്ങൾക്ക്. ആ ധാന്യത്തിൻ്റെ ചെറിയ ചെടികളിൽ നിന്ന്, അവയുടെ സീഡ്ലിങ്സിൽ നിന്ന്, അവയുടെ കോളിയോപ്റ്റൈലിൽ നിന്ന്, അതായത് ഷൂട്ടാകാൻ തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് F.W. വെൻഡ് എന്ന ശാസ്ത്രജ്ഞൻ ഐസൊലേറ്റ് ചെയ്തെടുത്ത ഗ്രോത്ത് ഹോർമോൺ എന്ന അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററാണ് ഓക്സിൻ. ഓക്സിൻ്റെ റോളിനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ധാരാളം പരീക്ഷണങ്ങൾ നടത്തി വന്നു. ആൻഡ് ദ ടേം ഓക്സിൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ F.W. വെൻഡ് ആൻഡ് ദ വേർഡ് കെയിം ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഓക്സീൻ, വിച്ച് മീൻസ് ടു ഗ്രോ. F.W. വെൻഡ് through his experiments concluded that no growth can occur without this oxin. എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് ഓക്സിൻ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തത്? So auxin was first isolated from human urine, even though the role of auxin is in human body is not yet known. Human urine നിന്നാണ് ഓക്സിൻ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കപ്പെട്ടത്. And it was done by Kogel and Hagen Smith in 1931. Mainly auxins are of two types. So what are the types of auxin? Some auxins are natural auxins which occur in plants and fungi. സസ്യങ്ങളിലും ഫംഗസിലും ഒക്കെ സാധാരണ സ്വാഭാവികമായിട്ട് തന്നെ കാണാൻ കഴിയുന്ന നാച്ചുറൽ ഓക്സിൻസ് ഉണ്ട്. while others are synthetic auxin. So auxins can be classified into two types, that is natural auxins and synthetic auxins. ചെടികളിൽ സ്വാഭാവികമായി കാണുന്ന നാച്ചുറൽ ഓക്സിൻസിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ് IAA എന്ന ഇൻഡോൾ 3 അസിറ്റിക് ആസിഡ്, IBA എന്ന ഇൻഡോൾ 3 ബ്യൂട്രിക് ആസിഡ്, IPA എന്ന ഇൻഡോൾ 3 പൈറൂവിക് ആസിഡ് തുടങ്ങിയവ. ഇവ ഓക്സിൻ എന്നറിയപ്പെടുന്ന സബ്സ്റ്റൻസിൻ്റെ വ്യത്യസ്ത കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. ഇത്തരം നാച്ചുറൽ ഓക്സിൻ സാധാരണയായിട്ട് സസ്യങ്ങളിലും ഫംഗസിലും ഒക്കെ നമുക്ക് സുലഭമായിട്ട് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് അവയുടെ വളർച്ച കൂടുതൽ ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളിൽ. എന്നാൽ സിന്തറ്റിക് ഓക്സിൻസ് ഉണ്ട്. കമേഴ്ഷ്യലി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില കെമിക്കൽ കോമ്പൗണ്ടുകൾ ഓക്സിൻ്റെ അല്ലെങ്കിൽ വളർച്ചയെ സഹായിക്കുന്ന അത്തരം കെമിക്കൽ കോമ്പൗണ്ട്സിന് ഉദാഹരണങ്ങളാണ് NAA, ദാറ്റ് ഈസ് നാഫ്തലിൻ അസിറ്റിക് ആസിഡ്, 2,4-D 2,4-ഡൈക്ലോറോഫിനോക്സി അസിറ്റിക് ആസിഡ് എന്ന 2,4-D. ഇവയൊക്കെ സിന്തറ്റിക് ഓക്സിൻസ് ആണ്. എവിടെയാണ് ഈ ഓക്സിൻസ് കൂടുതലായിട്ട് കാണുക? നമ്മൾ നേരത്തെ പറഞ്ഞു, ഓക്സിൻ എന്ന വേർഡ് തന്നെ ടു ഗ്രോ എന്നാണ് അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും വളർച്ച കൂടുതൽ ആവശ്യമുള്ള ഭാഗങ്ങളിലാണ് ഓക്സിൻ കൂടുതലായിട്ട് സിന്തസൈസ് ചെയ്യപ്പെടുക. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, എവിടെയാണോ ആവശ്യം അവിടെ അല്ല സാധാരണഗതിയിൽ ഇത്തരം ഹോർമോണുകൾ ഉണ്ടാവുക.
ചില പ്രത്യേക ഭാഗങ്ങളിൽ ഉണ്ടാകുകയും അവിടെ നിന്ന് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് ഈ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസിൻ്റെ പ്രത്യേകത. എവിടെയാണ് ഓക്സിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? They are mainly seen in meristems, the growing apex of stem and roots, and these are the main sites of auxin synthesis in plants. Meristematic cells-ilum വേരിൻ്റെയും തണ്ടിൻ്റെയും ഒക്കെ ഗ്രോയിങ് എപ്പെക്സുകളിലും അഗ്രഭാഗങ്ങളിലുമൊക്കെയാണ് സാധാരണയായിട്ട് ഓക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആൻഡ് ഫ്രം ദെയർ ദേ ആർ മൈഗ്രേറ്റഡ് ടു ദ റീജിയൺ ഓഫ് ആക്ഷൻ. എവിടെയാണോ ആവശ്യം അവിടേക്ക് വാസ്കുലർ ടിഷ്യൂസിലൂടെ മൈഗ്രേറ്റ് ചെയ്യപ്പെടും. ഇറ്റ് ക്യാൻ ബി മൈഗ്രേറ്റഡ് അപ്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ്. റൂട്ടിൽ നിന്ന് മുകളിലേക്ക് പോവാം, ഷൂട്ടിൽ നിന്ന് താഴേക്ക് വരാം. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പോളാർ ട്രാൻസ്പോർട്ട്. ഒരു ഭാഗത്തേക്ക് മാത്രമല്ല, എവിടെയാണോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അവിടെ നിന്ന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് വാസ്കുലർ ടിഷ്യൂസിലൂടെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ് ഓക്സിൻ സാധാരണയായിട്ട് ചെയ്യുന്നത്. So, what is the importance of auxin? It's mainly used in agriculture and horticulture practices. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറിസ്റ്റുകൾ ധാരാളമായിട്ട് ഓക്സിൻ ഉപയോഗിക്കാറുണ്ട്. So, what are the practical applications of auxin? Let us see one by one. First one is the root initiation in stem cuttings. സാധാരണ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി കായികപരമായിട്ടുള്ള അല്ലെങ്കിൽ കായിക പ്രത്യുൽപാദനത്തിന് ഉപയോഗിക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉപയോഗിക്കുന്ന സ്റ്റെം കട്ടിങ്സിൽ എളുപ്പം റൂട്ട് ഉണ്ടാകാനായിട്ട് നമ്മൾ ഓക്സിൻ അപ്ലൈ ചെയ്യാറുണ്ട്. സോ റൂട്ടിംഗ് ഹോർമോൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് റൂട്ട്സ് ഫ്രം സ്റ്റെം കട്ടിങ്സ് ഇൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഇറ്റ്സ് മെയിൻലി NAA and IBA are widely used for this purpose. And the second application is for promote flowering. Normally auxins ഫ്ലവറിങ് പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ അല്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് പൈനാപ്പിൾ പോലുള്ള ചില സസ്യങ്ങളിൽ NAA and 2,4-D ഇത്തരം ഓക്സിനുകൾ സ്പ്രേ ചെയ്യുന്നത് വഴി we can convert or we can promote uniform flowering. പൈനാപ്പിൾ പോലുള്ള സസ്യങ്ങളിൽ ഫ്ലവറിങ് പ്രൊമോട്ട് ചെയ്യുന്നതിനും ഓക്സിൻ സഹായിക്കാറുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഇസ് ഇൻഹിബിഷൻ ഓഫ് പ്രീ ഹാർവസ്റ്റ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ്. സാധാരണ കർഷകർ കൃഷിയിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മെച്യൂർ ആകുന്നതിന് മുമ്പേയുള്ള അല്ലെങ്കിൽ പ്രീ ഹാർവസ്റ്റ് ആയിട്ട് പെട്ടെന്ന് പ്രിമച്വർ കണ്ടീഷനിൽ ഇലകളും കായ്കളും ഒക്കെ കൊഴിഞ്ഞു പോകുക എന്നുള്ളത്. അത്തരത്തിലുള്ള കൊഴിഞ്ഞു പോക്ക് തടയുന്നതിന് ഇത്തരം ഓക്സിൻ സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് സാധ്യമാകാറുണ്ട്. അവിടെയും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഓക്സിൻ NA ആണ്, നാഫ്തലിൻ അസിറ്റിക് ആസിഡ്. ആൻഡ് ദ അനദർ ആപ്ലിക്കേഷൻ ഇസ് ടു ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി. സോ യു ആർ വെരി മച്ച് അവെയർ ഓഫ് പാർത്തനോകാർപ്പി. എന്താണ് പാർത്തനോകാർപ്പി? ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് സീഡ്ലെസ് ഫ്രൂട്ട്സ്. വിത്തില്ലാത്ത ഫ്രൂട്ട് ഉണ്ടാക്കുക. അൺപോളിനേറ്റഡ് പിസ്റ്റലിൽ, അതായത് ചെടിയിൽ പരാഗണം നടക്കുന്നതിന് മുമ്പ് തന്നെ സീഡ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഫ്രൂട്ട് അല്ലെങ്കിൽ ചെടി കാണിക്കണം. അത്തരത്തിൽ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാൻ, അതായത് സീഡ്ലെസ് ഫ്രൂട്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സസ്യങ്ങളെ സഹായിക്കുന്നതിന് ഓക്സിൻ ഒരു ഘടകമാണ്. ദാറ്റ് ഈസ് വി ക്യാൻ produce parthenocarpic fruit, especially in fruits like tomato where we have more seeds. അത്തരം സസ്യങ്ങളിൽ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്നതിന് ഓക്സിൻ സഹായിക്കാറുണ്ട്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ദ സൈലം ഡിഫറൻസിയേഷൻ ആൻഡ് ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. ചെടിയിൽ ടിഷ്യൂ ഫോർമേഷൻ്റെ സമയത്ത് സൈലം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനും സെൽ ഡിവിഷൻ എൻഹാൻസ് ചെയ്യുന്നതിനും ഓക്സിൻ വലിയ റോള് വഹിക്കുന്നുണ്ട്. And the main function of auxin is apical dominance. നമുക്കറിയാം, ഒരു സസ്യം പ്രധാനമായിട്ടും മുകളിലേക്കാണ് വളർന്നു പോകാറുള്ളത് അല്ലേ. നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ ഹൈറ്റാണ് പെട്ടെന്നായിട്ട് ഇൻക്രീസ് ചെയ്യുക. ലാറ്ററൽ ബെഡ്സ് അല്ലെങ്കിൽ പാർശ്വശിഖരങ്ങൾ വളരെ പതിയെ മാത്രമായിട്ടാണ് ഉണ്ടായി വരുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ചെടി എപ്പോഴും മുകളിലോട്ട് വളരുക അല്ലെങ്കിൽ ഹൈറ്റ് ലെങ്ത് വൈസ് ഇൻക്രീസ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതലായിട്ട് എപ്പിക്കൽ റീജിയൻസിലാണ് ഈ ഓക്സിൻസ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുക. അത്തരം സസ്യങ്ങൾ എപ്പോഴും മുകളിലേക്കായിരിക്കും വളരുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, തേയിലത്തോട്ടങ്ങളിലൊക്കെ
തേയില ചെടി ഒരുപാട് ഹൈറ്റിൽ വളരാറില്ല അല്ലേ. അവരെപ്പോഴും ഒരു ഒത്തിരി വർഷങ്ങളായിട്ടുള്ള തേയില ചെടിയാണെങ്കിൽ പോലും അവരെപ്പോഴും ഹൈറ്റ് കുറഞ്ഞിട്ട് വളരെ പൊക്കം കുറഞ്ഞ കുറ്റിച്ചെടികളായിട്ടാണ് കാണാറുള്ളത്. എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? തേയില തോട്ടങ്ങളിൽ എന്താ ചെയ്യുന്നവർ, ഏറ്റവും മുകളിലുള്ള ഭാഗം എപ്പെക്സ് എപ്പോഴും എടുക്കും അല്ലെ. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഹാർവെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഏറ്റവും തളിരായിട്ടുള്ള ഭാഗമാണ് അവർ മാറ്റുക. അപ്പോൾ എന്താ ചെയ്യുക? ലാറ്ററൽ ബഡ്സിൻ്റെ അല്ലെങ്കിൽ പാർശ്വശിഖരങ്ങളുടെ വളർച്ചയെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. സോ ഈ എപ്പിക്കൽ ഡോമിനൻസ് എന്ന ഫിനോമിനൻ, ദാറ്റ് ഈസ് മുകളിലേക്ക് അല്ലെങ്കിൽ എപ്പെക്സ് മുകളിലേക്ക് വളരുന്ന ആ ഒരു ടെൻഡൻസി ചെടികളിൽ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഓക്സിൻ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്സിൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ് നമ്മൾ ആ മുകൾ ഭാഗം മാറ്റിക്കളയുന്നത് വഴി ചെയ്യുക. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് നിർത്താറില്ലേ, കുറ്റിച്ചെടിയായിട്ട് നിർത്താനായിട്ട് ഓക്സിൻ ഉള്ള ഭാഗം റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി ലാറ്ററൽ ബഡ്സ്, അതായത് പാർശ്വശിഖരങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതിന് സഹായിക്കും. സോ എപ്പിക്കൽ ഡോമിനൻസ് അല്ലെങ്കിൽ എപ്പെക്സ് മുകളിലേക്ക് വളരാനുള്ള ചെടിയുടെ കഴിവിന് കാരണം ഓക്സിൻ എന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. സോ another application and one of the most important application of auxin is for eradication of weeds. എന്താ വീഡ്സ്? കളകൾ എന്ന് പറയുന്നത് എന്താ? അൺവാണ്ടഡ് ആയിട്ട് അല്ലേ, നമുക്കൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് ആവശ്യമില്ലാതെ വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ കളകളെന്ന് പറയുക. നമ്മുടെ കൃഷിയിടങ്ങളിലാണെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മൾ വെക്കുന്ന പുൽത്തകിടികളിലാണെങ്കിലും ഒക്കെ നമുക്ക് ഏറ്റവും വലിയൊരു ശത്രുവായിട്ട് നിൽക്കുന്നത് അൺവാണ്ടഡ് ആയിട്ട് വളരുന്ന സസ്യങ്ങളാണ്. എങ്ങനെയാണ് അവയെ റിമൂവ് ചെയ്യുക? സാധാരണഗതിയിൽ നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് മാനുവലായിട്ട് മാറ്റുകയോ ഒക്കെ ചെയ്യും. ഒരു വീടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെയോ നിങ്ങളുടെ സ്കൂളിൻ്റെയോ ഒക്കെ പുൽത്തകിടികളിൽ സാധാരണ നമ്മൾ കാണുന്ന ഡൈക്കോട്ട് വീഡ്സിനെ, അതായത് നിങ്ങൾക്കറിയാം പ്ലാന്റ്സ് 2 തരം ഉണ്ട്. മോണോക്കോട്ടാണ്, പുല്ല് ചെടികളെല്ലാം തന്നെ മോണോക്കോട്ട് വിഭാഗത്തിൽ പെടുന്നു. ബ്രോഡ് ലീവ്സ് ഉള്ള, അതായത് വീതി കൂടിയ ലീവ്സ് ഉള്ള ഡൈക്കോട്ട് വീഡ്സിനെ റിമൂവ് ചെയ്യാൻ 2,4-D പോലെയുള്ള ഓക്സിനുകൾ സ്പ്രേ ചെയ്താൽ മതി. 2,4-D ഒരു ഹെർബിസൈഡായിട്ട് ആക്ട് ചെയ്യുന്ന ഓക്സിനാണ്. ഇറ്റ് ക്യാൻ റിമൂവ് ഡൈക്കോട്ട് വീഡ്സ്. നമ്മുടെ മോണോക്കോട്ട് പ്ലാന്റ്സിനെ ഉപദ്രവിക്കാതെ തന്നെ, അതായത് നാരോ ലീഫ്ഡ് പ്ലാന്റ്സിനെ ഉപദ്രവിക്കാതെ തന്നെ ബ്രോഡ് ലീവ്ഡ് പ്ലാന്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയുന്ന ഒരു ഹെർബിസൈഡായിട്ടും നമുക്ക് 2,4-D എന്ന ഓക്സിൻ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇത്തരം ഹെർബിസൈഡ്സ് അല്ലെങ്കിൽ ഓക്സിൻ പോലെയുള്ളവ ഹെർബിസൈഡായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഫാർമർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു കെമിക്കൽ വീഡിസൈഡ് ഉപയോഗിക്കുന്നതിന് പകരം ഓക്സിൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗാർഡനേഴ്സ് ഉണ്ടാകുന്ന ഉപയോഗം എന്താണ് എന്ന് അറിയാനൊന്ന് ശ്രമിച്ചു നോക്കുക. സോ we have now discussed about the various roles of auxin in horticulture and agriculture practices. Next we can go to another plant growth hormone, that is gibberellin. Gibberellin is also, it's a weak acidic plant hormone, and you have studied about its invention. നിങ്ങൾ അറിഞ്ഞു ഒരു ഫംഗസിൽ നിന്നാണ് ആദ്യമായിട്ട് ഗിബെർലിൻ എന്ന ഒരു ഗ്രോത്ത് ഹോർമോണിനെ കുറിച്ച് അറിഞ്ഞത്. It was first discovered by Kurosawa, a Japanese plant pathologist. And more than 100 gibberellins, 100 type of gibberellic acids are yet discovered, and the most commonly used one is GA3. So let us see what is the role of gibberellin in plant growth. The first one is stem elongation. It helps in the elongation of stem. തണ്ടിൻ്റെ നീളം കൂടുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് ഗിബെർലിൻ. So it can cause an increase in the length of axis and is used to increase the length of grape stalks. നമ്മുടെ സാധാരണ മുന്തിരിയുടെ സ്റ്റോക്കിൻ്റെ നീളം കൂട്ടാനായിട്ട് ഇത്തരം ഗിബെർലിൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മുന്തിരിക്കൊലയുടെ സ്റ്റോക്കിൻ്റെ നീളം കൂടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയാം, കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ പറ്റും അല്ലേ. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദ ഫ്രൂട്ട് ലൈക്ക് ആപ്പിൾ ടു ഇംപ്രൂവ് ഇറ്റ് ഷേപ്പ്. ആപ്പിളിൻ്റെ വളരെ ഷേപ്പ് നിങ്ങൾക്കറിയാം, അപ്പോൾ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ. ഈ ഒരു ആപ്പിളിന് ഗിബെർലിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ലെങ്തി ആയിട്ട്, കുറച്ചുകൂടെ നീളം കൂടുന്നതിനും മറ്റുമൊക്കെ ഗിബെർലിൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി സ്പ്രേഡ് ടു ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ സ്റ്റോർസ് ഇസ് കാർബോഹൈഡ്രേറ്റ് ഇൻ ഇസ് സ്റ്റെം. സ്വാഭാവികമായിട്ടും ആ സ്റ്റെമ്മിൻ്റെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഇറ്റ്
increases the yield of sugar cane. So ഇത്തരത്തിൽ അഗ്രികൾച്ചർ പ്രാക്ടീസസിന് സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ നീളം കൂട്ടുന്നതിന് ഗിബർലിൻ സഹായിക്കാറുണ്ട്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ടു ഡിലേ ദ സെനസൻസ്. ദാറ്റ് മീൻസ് എന്താ സെനസൻസ് എന്ന് നിങ്ങൾക്കറിയാം. പക്വത എത്തുന്നതിനെയാണ് നമ്മൾ സെനസൻസ് എന്ന് പറയുക. ടു ഡിലേ ദ സെനസൻസ് മീൻസ് ദ ഫ്രൂട്ട് ക്യാൻ ബി ലെഫ്റ്റ് ഓൺ ദ ട്രീ ലോങ്ങർ സോ ആസ് ടു എക്സ്റ്റെൻഡ് ദ മാർക്കറ്റ് പീരിയഡ്. അല്ലേ, ഒത്തിരി നാൾ, അതായത് ഇത് പാകമായി പോകുന്നത് കുറച്ച് ഡിലേ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പാകമാകുന്നത് കുറച്ച് ഡിലേ ആക്കി കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് ചെടിയിൽ അതിനെ നിലനിർത്താനായിട്ട് കഴിയും. അത്രയും വിപണിയിൽ എത്തിക്കുന്നത് അത്രയും താമസിച്ച് മതി. അപ്പോൾ വളരെ ഒരുമിച്ച് വിളവെടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഗിബർലിൻ സ്പ്രേ ചെയ്യുന്നത് വഴി. ആൻഡ് ദ നെക്സ്റ്റ് യൂസ് ഈസ് സ്പീഡിങ് അപ്പ് malting process. So malting process in brewing industry, that is to make beverages, vinegar, malt മുതലായവ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികളിൽ സാധാരണ ധാന്യങ്ങളെ ജെർമിനേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് ജെർമിനേറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ബിവറേജസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. അത്തരം ഇൻഡസ്ട്രീസിൽ ഇവയുടെ മാൾട്ടിംഗ് പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യാൻ, അതായത് ജെർമിനേറ്റിംഗ്, ആ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ മാൾട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഗിബർലിൻ യൂസ് ചെയ്യാറുണ്ട്. ദെൻ സ്പ്രേയിങ് ജുവനൈൽ കോണിഫേഴ്സ് വിത്ത് ഗിബർലിക് ആസിഡ് ഹേസ്റ്റൻസ് ഇയർലി മച്ചുറേഷൻ ആൻഡ് ഹേസ്റ്റൻസ് ഏർലി സീഡ് പ്രൊഡക്ഷൻ. വളരെ എളുപ്പത്തിൽ സസ്യങ്ങളിൽ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഏർലി മച്ചുറേഷൻ ഉണ്ടാകുന്നതിനും ഗിബർലിക് ആസിഡ് സഹായിക്കാറുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ഗിബർലിക് ആസിഡ് ഇസ് ഇൻ malting. So malting is internode elongation, അതായത് സ്റ്റെമ്മ് ഇലോങ്ങേറ്റ് ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഫ്ലവർ ചെയ്തിട്ട് സീഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചെടിയുടെ ടെൻഡൻസിയാണ് നമ്മൾ ബാൾട്ടിംഗ് എന്ന് പറയുക. സോ ഈ ബാൾട്ടിംഗ് പ്രോസസ്സിനും ഗിബർലിക് ആസിഡ് വലിയ റോള് വഹിക്കുന്നുണ്ട്. സസ്യങ്ങളിൽ ബാൾട്ടിംഗ് എന്ന പ്രോസസ്സിന് കാരണമാകുന്നതും ഗിബർലിക് ആസിഡാണ്. എസ്പെഷ്യലി ഇൻ റോസറ്റ് പ്ലാന്റ്സ്, അതായത് ക്യാബേജ്, നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ക്യാബേജ്, ബീറ്റ്റൂട്ട് പോലുള്ള സസ്യങ്ങളുടെ പ്രത്യേകത നിങ്ങളറിയാം. ദേ ആർ റോസറ്റ് പ്ലാന്റ്സ്, അതായത് വളരെ പൊക്കം കുറഞ്ഞ അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്ന് നിന്ന് വളരുന്ന സസ്യങ്ങളാണ്. അത്തരം സസ്യങ്ങളിൽ സ്റ്റോക്കിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് ഗിബർലിക് ആസിഡ് സഹായിക്കാറുണ്ട്. ചില സസ്യങ്ങളിൽ ബാൾട്ടിങ്, ഏർലി സീഡ് പ്രൊഡക്ഷന് വേണ്ടി അവയെ സഹായിക്കാറുണ്ട്. സോ ഗിബർലിക് ആസിഡ് ഹാവ് സച്ച് റോൾസ്. So we can go to the next plant growth regulators, that is cytokinin. So you have studied that Miller and Skoog, two scientists, they discovered this special substance from coconut milk, etc., and they termed it as cytokinin. It is a plant growth promoting hormone which is a derivative of adenine. Adenine is a base in nucleic acid. ന്യൂക്ലിക് ആസിഡുകളിൽ കാണുന്ന അഡിനിൻ ബേസായ അഡിനിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ് സൈറ്റോകൈനിൻ. ആൻഡ് ദ ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റോകൈനിൻ ഇസ് കൈനറ്റിൻ, വിച്ച് ഇസ് ഡിസ്കവേർഡ് ഫ്രം ദ ഓട്ടോക്ലേവ്ഡ് ഹെറിംഗ് സ്പേം DNA. ആൻഡ് കൈനറ്റിൻ ആസ് ഇറ്റ് ഇസ് നോട്ട് സീൻ ഇൻ പ്ലാന്റ്സ്. കൈനറ്റിൻ ആദ്യമായി ഡിസ്കവർ ചെയ്ത സൈറ്റോകൈനിൻ കൈനറ്റിൻ ആണെങ്കിലും കൈനറ്റിൻ ആ ഫോമിൽ അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ കോമ്പോസിഷനിൽ സസ്യങ്ങളിൽ കാണാറില്ല. സസ്യങ്ങളിൽ സൈറ്റോകൈനിൻ സിയാറ്റിൻ എന്ന നാച്ചുറലി ഒക്കറിങ് സൈറ്റോകൈനിനാണ് സാധാരണ സസ്യങ്ങളിൽ കാണാറുള്ളത്. ഇറ്റ് ഈസ് മെയിൻലി ഐസൊലേറ്റഡ് ഫ്രം കോക്കനട്ട് മിൽക്ക് ആൻഡ് കോൺ കേർണൽസ്. സാധാരണ കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ കോൺസിൻ്റെ കേർണൽസിൽ നിന്നൊക്കെയാണ് ഈ സൈറ്റോകൈനിൻ, പ്രധാനമായിട്ടും സെൽ ഡിവിഷൻ കൂടുതലായിട്ട് ആവശ്യമുള്ള ഭാഗങ്ങളിൽ നിന്നാണ് സൈറ്റോകൈനിൻ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്. So cytokinins are mainly synthesized in regions where rapid cell division occur. പ്രധാനമായിട്ടും കോശവിഭജനം കൂടുതൽ നടക്കുന്ന റൂട്ട് എപ്പിക്സുകൾ, ഷൂട്ട് ബഡ്സ്, യങ് ഫ്രൂട്ട്സ്, അവിടെയൊക്കെയാണ് സൈറ്റോകൈനിൻ പ്രധാനമായിട്ടും സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. എന്തൊക്കെയാണ് സൈറ്റോകൈനിൻ്റെ ഫങ്ഷൻസ്? ദ മെയിൻ ഫങ്ഷൻ ഇസ് സെൽ എൻലാർജ്മെൻറ്റ് ആൻഡ് സെൽ ഡിവിഷൻ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, സെൽ ഡിവിഷൻ കൂടുതലായിട്ട് നടക്കുന്ന, കോശവിഭജനം കൂടുതലായിട്ട് നടക്കുന്ന ഭാഗങ്ങളിലാണ് സൈറ്റോകൈനിൻ കൂടുതലായിട്ട് ഉണ്ടാകാറുള്ളത്. പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ലീവ്സ്, പ്രൊഡക്ഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഇൻ ലീവ്സ്, lateral shoot growth, adventitious root formation,
ഇത്തരത്തിലുള്ള സസ്യങ്ങളിലെ പ്രധാനമായും കോശവിഭജനം കൂടുതലായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ സൈറ്റോകൈനിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ മെയിൻലി സീൻ ഇൻ ഏരിയാസ് വെയർ സെൽ ഡിവിഷൻ റാപ്പിഡ്ലി ഒക്കേഴ്സ്. Cytokinin is a hormone which helps to overcome apical dominance. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഓക്സിൻ ആണ് പ്രധാനമായിട്ടും ചെടിയുടെ എപ്പിക്കൽ ഡോമിനൻസ് അല്ലെങ്കിൽ അഗ്രഭാഗം കൂടുതൽ വളരുന്നതിന് കാരണമാകുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ എങ്കിൽ സൈറ്റോകൈനിൻ ലാറ്ററൽ ബഡ്സിൻ്റെ, അതായത് പാർശ്വശിഖരങ്ങളുടെ പാർശ്വമുകുളങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ്. And cytokinin play role in delay of senescence. It also help in leaf senescence. പുഷ്പങ്ങളുടെയും ഇലകളുടെയും ഒക്കെ തന്നെ മെച്ചുറേഷൻ ഡിലേ ചെയ്യുന്നതിന് സൈറ്റോകൈനിൻ സഹായിക്കാറുണ്ട്. So we were discussing about the plant growth regulators which were promoting growth in plants. സസ്യങ്ങളിലെ വ്യത്യസ്തങ്ങളായ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിൽ there are other group of plant growth regulators which partially or completely inhibit plant growth. സസ്യങ്ങളുടെ വളർച്ചയും വികാസത്തിനെയും ഒരു പരിധിവരെ തടസ്സപ്പെടുത്തുന്ന ഹോർമോണുകളും അല്ലെങ്കിൽ ഗ്രോത്ത് റെഗുലേറ്റേഴ്സും സസ്യങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. എത്തിലിൻ we can call it as a partial growth promoter and partially it is a growth inhibitor. Ethylene is a simple gaseous hormone present in air as a component of smoke. അന്തരീക്ഷത്തിൽ തന്നെ പുകയുടെ ഭാഗമായി കിട്ടുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ എന്നാണ് എത്തിലിൻ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർഷ്യലി ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഹോർമോൺ ആയിട്ടാണത് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് മെയിൻലി സിന്തസൈസ്ഡ് ഇൻ റൈപ്പനിങ് ഫ്രൂട്ട്സ് ആൻഡ് പാർട്സ് വെയർ ഇറ്റ് അണ്ടർഗോയിങ് സെനസൻസ്. വളർച്ച പൂർത്തിയായ ഭാഗങ്ങളിൽ, കൊഴിഞ്ഞു വീഴാറായ ഭാഗങ്ങളിലും പാകമായ ഫലങ്ങളിലുമൊക്കെയാണ്, ഫ്രൂട്ട്സിലുമൊക്കെയാണ് സാധാരണ എത്തിലിൻ കാണാറുള്ളത്. The main functions of ethylene is inducing horizontal growth of seedlings, swelling of axis and apical hook formation in dicot seedlings. സാധാരണ ഒരു ചെടി വിത്ത് മുളയ്ക്കുന്ന സമയത്ത് ഹുക്ക് ഫോർമേഷൻ ഉണ്ടാകാറുണ്ട് ടു പ്രിവെൻറ്റ് ദ എപ്പിക്കൽ പാർട്സ് ഫ്രം ഡിസ്ട്രോയിഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്. അത്തരം മൈക്രോ ഓർഗാനിസത്തിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എപ്പിക്കൽ ഹുക്ക് ഫോർമേഷന്, ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ ഹുക്ക് ഫോർമേഷന് എത്തിലിൻ സഹായിക്കാറുണ്ട്. ഇറ്റ് പ്രൊമോട്ട്സ് സെനസൻസ് ആൻഡ് അബ്സിഷൻ ഓഫ് പ്ലാന്റ് ഓർഗൻ, എസ്പെഷ്യലി ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. പാകമായി കഴിഞ്ഞ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ചെടികളിലൊക്കെ ഇലകൾ മഞ്ഞിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവ കൊഴിഞ്ഞു വീഴാറുണ്ട്. അത്തരത്തിൽ പാകമായി കഴിഞ്ഞ ഇലകളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കൊഴിഞ്ഞു വീഴുന്നതിന് സഹായിക്കുന്നത് എത്തിലിൻ ഹോർമോണാണ്. എത്തിലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ, ഇറ്റ്സ് വെരി ഇഫക്റ്റീവ് ഇൻ ഫ്രൂട്ട് റൈപ്പനിങ്. നിങ്ങൾക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫ്രൂട്ട്സ് പഴുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതിനകത്ത് പുകയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു എത്തിലിൻ ഇസ് സീൻ ഇൻ ഇസ് എ ഗേഷ്യസ് ഹോർമോൺ. എത്തിലിൻ സ്മോക്കിൽ കാണുന്ന, പുകയിൽ കാണുന്ന ഗേഷ്യസ് ഹോർമോണാണ്, അല്ലെങ്കിൽ ഗേഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററാണ്. എന്തുകൊണ്ടായിരിക്കാം നമ്മളപ്പോൾ പഴങ്ങൾ പഴുക്കാനായിട്ട് പുകയിട്ട് കൊടുക്കുന്നത്? പുകയിലുള്ള എത്തിലിൻ ഇറ്റ്സ് വെരി ഇഫക്റ്റീവ് ഇൻ ഫ്രൂട്ട് റൈപ്പനിങ്. എന്താണ് അവിടെ നടക്കുന്ന മെക്കാനിസം? ഇറ്റ് എൻഹാൻസസ് ദ റെസ്പിറേഷൻ റേറ്റ് and ethylene stimulates the activity of cellulase enzyme and thereby cellulose is broken down and the tissues become softened. പച്ചയായിട്ടിരിക്കുന്ന പഴത്തിലുള്ള സെല്ലുലോസ് എന്ന പദാർത്ഥത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന സെല്ലുലേസ് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്തിലിന് സാധിക്കും. അതുവഴി ആ കോശങ്ങൾ വളരെ സോഫ്റ്റ് ഉണ്ടാവും. പച്ചയായിട്ടിരിക്കുന്ന പഴം പഴുത്തതായിട്ട് മാറും. ഈ സമയത്ത് റെസ്പിറേഷൻ റേറ്റ്, റൈപ്പനിങ് ഫ്രൂട്ട്സിൻ്റെ റെസ്പിറേഷൻ റേറ്റ് വളരെ കൂടുതലായിരിക്കും. ആൻഡ് വി കോൾ ദിസ് കണ്ടീഷൻ ആസ് റെസ്പിറേറ്ററി ക്ലൈമാറ്റ്. So this is the main function of, one of the main function of ethylene, that is ripening of fruits. അതിനാണ് പുകയിൽ അടങ്ങിയിരിക്കുന്ന ഗേഷ്യസ് ഹോർമോൺ ആയ എത്തിലിൻ ഫ്രൂട്ട്സിൻ്റെ റൈപ്പനിങ്ങിന് സഹായിക്കും. And the next one is it breaks the bud and seed dormancy. Dormancy നിങ്ങൾക്കറിയാം,
വിത്ത് മുളയ്ക്കാതിരിക്കുന്ന അവസ്ഥയാണ്, ഡോർമെൻ്റ് ആയിട്ടിരിക്കുക. അത്തരത്തിലിരിക്കുന്ന വിത്തിനെ അതിൻ്റെ ബഡ് ബ്രേക്ക് ചെയ്യുക, ഡോർമൻസി ബ്രേക്ക് ചെയ്യാനായിട്ട് എത്തിലിൻ സഹായിക്കും. മാത്രമല്ല ഇറ്റ് എൻഹാൻസസ് ദ സ്പ്രൗട്ടിങ് ഓഫ് പൊട്ടാറ്റോ ട്യൂബേഴ്സ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഉരുളക്കിഴങ്ങ് സാധാരണയായിട്ട് നമ്മൾ സൂക്ഷിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് മുളച്ച് വരാൻ തുടങ്ങും അല്ലേ? മുളച്ച് വന്ന ഉരുളക്കിഴങ്ങ് ഭക്ഷണത്തിന് നമുക്ക് കഴിക്കാൻ യോഗ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ്സ് ആൻ ആൻറ്റഗോണിസ്റ്റിക് ഇഫക്റ്റ് ടു ഓക്സിൻ. ഓക്സിൻ ശരിക്കും പറഞ്ഞാൽ പൊട്ടറ്റോ ട്യൂബേഴ്സിൻ്റെ സ്പ്രൗട്ടിങ് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ എത്തിലിനാകട്ടെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. സോ എത്തിലിൻ ബ്രേക്സ് ദ ബഡ് ആൻഡ് സീഡ് ഡോർമൻസി ഇൻ കേസ് ഓഫ് പൊട്ടറ്റോ ട്യൂബേഴ്സ്. And the next important role of ethylene is it promotes internode or petiole elongation in water plants. സാധാരണ ചതുപ്പിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ കാണുന്ന ചെടികൾ, അവർ റൈസ് പ്ലാന്റ്സ് പോലെയുള്ള ചെളിയിലൊക്കെ വളരുന്ന സസ്യങ്ങളുടെ പീറ്റിയോളിന് നീളം കൂട്ടിയിട്ട് അവരുടെ ഫ്ലവേഴ്സ് എപ്പോഴും അല്ലെങ്കിൽ ഷൂട്ട് എപ്പോഴും വെള്ളത്തിന് മുകളിൽ കാണത്തക്ക രീതിയിൽ അവ വെള്ളത്തിൽ കിടന്ന് നശിച്ചു പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എത്തിലിൻ ചെയ്യുക. അവ വെള്ളത്തിന് മുകളിലേക്ക് വളരത്തക്ക രീതിയിൽ പീറ്റിയോൾ ഇലോങ്ങേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതും എത്തിലിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഇറ്റ് ഓൾസോ പ്രൊമോട്ട് റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് ഹെയർ ഫോർമേഷൻ. സസ്യങ്ങളിൽ വേരിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുക, റൂട്ട് ഹെയറിൻ്റെ ഫോർമേഷൻ കൂട്ടുക, ഇതൊക്കെ എത്തിലിൻ്റെ ഫംഗ്ഷനിൽ പെടും. എന്താണ് റൂട്ടിൻ്റെ അല്ലെങ്കിൽ വേരിൻ്റെ വളർച്ച ത്വരിതപ്പെടുന്നത് വഴി അല്ലെങ്കിൽ റൂട്ട് ഹെയറിൻ്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത് വഴി സസ്യങ്ങൾക്കുണ്ടാകുന്ന ഗുണം എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. റൂട്ടിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത് അതുവഴി അബ്സോർപ്ഷൻ റേറ്റ് കൂടുന്നതിന് സസ്യങ്ങളെ സഹായിക്കും. ഇറ്റ് ഓൾസോ ഇനീഷ്യേറ്റ്സ് ഫ്ലവറിങ്. പൈനാപ്പിൾ പോലെയുള്ള അല്ലെങ്കിൽ മാംഗോ, കൈതച്ചക്ക, മാവ്, കുക്കുംബർ മുതലായ സസ്യങ്ങളിൽ ഫ്ലവറിങ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് എത്തിലിൻ സഹായിക്കാറുണ്ട്. പ്രധാനമായിട്ടും കുക്കുംബർ പോലെയുള്ള വെള്ളരി പോലെയുള്ള സസ്യങ്ങളിൽ നിങ്ങൾക്കറിയാം മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടായാലാണ് അതിൽ കായുടെ എണ്ണം കൂടുതലുണ്ടാവുക. എത്തിലിൻ ഉപയോഗിക്കുന്നത് വഴി അല്ലെങ്കിൽ എത്തിലിൻ സ്പ്രേ ചെയ്യുന്നത് വഴി കുക്കുംബർ പോലെയുള്ള പ്ലാന്റ്സിൽ ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്നതിന് അല്ലെങ്കിൽ അവയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് എത്തിലിൻ സഹായിക്കാറുണ്ട്. ഇത്രയും ഫങ്ഷൻസ് ഉള്ള എത്തിലിൻ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഇൻ ദ കേസ് ഓഫ് അഗ്രികൾച്ചർ. എങ്ങനെയാണ് എത്തിലിൻ നമുക്ക് അവൈലബിൾ ആവുന്നത്? നിങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, എത്തിലിൻ ഈസ് എ ഗേഷ്യസ് ഹോർമോൺ. അങ്ങനെയുള്ള ഗേഷ്യസ് ഹോർമോണിനെ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് കമേഴ്ഷ്യൽ പർപ്പസിന് നമുക്ക് എങ്ങനെയാണ് ലഭ്യമാകുന്നത്? എത്തിലിൻ ഈസ് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് എൻ അക്വസ് സൊല്യൂഷൻ നോൺ ആസ് എറ്റഫോൺ. എറ്റഫോൺ എന്ന ഒരു അക്വസ് സൊല്യൂഷൻ്റെ ഫോമിലാണ് എത്തിലിൻ നമുക്ക് കമേഴ്ഷ്യലി അവൈലബിൾ ആകുന്നത്. ഇറ്റ്സ് റെഡിലി അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ്സ് ആൻഡ് ഹേസ്റ്റൻ ഫ്രൂട്ട് റൈപ്പനിങ് ആൻഡ് ആക്സിലറേറ്റ് അബ്സിഷൻ ഇൻ ഫ്രൂട്ട്സ്. സാധാരണ സസ്യങ്ങളിലേക്ക് നമ്മൾ ഈ എറ്റഫോൺ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ പ്ലാന്റ്സ് ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ദ ഗേഷ്യസ് ഫോം ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ്. ഇനി നമുക്ക് അസൈൻമെൻറ്റ് നോക്കിയാലോ? Collect more information regarding the various plant growth regulators and substances which influence growth and development in different types of plants. Also try to know their roles in various developmental processes in plants. Plant growth regulators'il ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രോത്തിനെ ഇനീഷ്യേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന വ്യത്യസ്ത റോളുകളുള്ള പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൻ്റെ 4 എക്സാമ്പിളുകളാണ് നമ്മൾ പഠിച്ചത്. ഇവയുടെ റോളുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ച് എന്താണ് അവയുടെ ഏതൊക്കെയാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് അവയെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.